സിറ്റി ഓഫ് ആണ്. അതെ അതെ, ഡൗൺ ഓഫ്ലൈന്. സിറ്റി ഓഫ്ലൈൻ ആണ് നിങ്ങള്? ഇവരെല്ലാം ഇത്രയും നേരം സിറ്റിയിലല്ലായിരുന്നു, നിങ്ങളൊക്കെ എല്ലാവരും ലൈവ് നോക്കിയപ്പോ? ഞാനില്ലായിരുന്നു, ഞാൻ ലൈവേ നിർത്തി നെറ്റ് അടിച്ചു പോയിട്ട്. സിറ്റി അപ്പോഴേ കുറച്ചു മുമ്പ് ഓഫ്ലൈൻ ആക്കിയാണ് കത്തലായിട്ട്. ഞാൻ ലൈവ് പോലും കട്ടായി പോയി, ലൈവ് പോലും ഇട്ടില്ലെന്ന്. ആകാശം ബ്രാവോ പോയി ഓടിയവൻ. ബ്രാവോ ലൈവ് ഓടിയല്ലേ? അവനൊന്നും ചെയ്യാല്ല നിന് സിറ്റിക്കകത്ത്. ഞാൻ നിങ്ങളുടെ പറയാം എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞുതരാം. നമ്മള് സെർവർ എല്ലാവർക്കും പിങ് കൂടുതലാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും ഒരു കാര്യം പറയുന്നത്, എനിക്കറിയാം നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവുമെന്ന്. കാരണം ഇത് കാണാൻ വരുന്ന ആൾക്കാർക്ക് എന്തായാലും അറിയാം, അവർ RP കാണാനാ വരുന്നത്. അപ്പൊ അവർക്ക് ഈ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു സത്യാവസ്ഥ പറഞ്ഞുതരാം എന്താ സംഭവിക്കുന്നതെന്ന്. അതായത് കേസ്, ഇപ്പം ബ്രാവോയ്ക്ക് വേണമെങ്കിൽ ഈ സെർവർ ഈ പറയണത് പോലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ 10-200 പേരെ വെച്ച് ക്ലോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് മര്യാദയ്ക്ക് ഓടിക്കാം. പക്ഷേ ഈ സെർവർ കുറച്ച് നാളായിട്ട്, ഇത്രയും നാള് ഇതൊരു ലെവല് വരെ ഇത്ര ആൾക്കാരെ കയറ്റി ഇതാക്കിയോണ്ട് എല്ലാവരും കളിക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ ഇത് ബിൽഡ് ചെയ്ത് സ്ലോട്ട് 600 ആക്കി വെച്ചേക്കുന്നതുകൊണ്ട് 500 ആക്കി വെച്ചേക്കുന്നത് കൊണ്ട് ഇപ്പൊ ഇത് കുറയ്ക്കുമ്പം ആൾക്കാർക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വന്ന് വീണ്ടും പരാതി ആയിക്കൊണ്ടിരിക്കുക. ഇത് കുറയ്ക്കാനും പറ്റത്തില്ല, കൂട്ടാനും പറ്റാത്ത അവസ്ഥയായി. മനസ്സിലായ ബ്രോ? വൈ 30 ഗാങ്സ്? ബ്രോ 30 ഗാങ്സ് സ്ലോട്ട് ഉണ്ട്. 30 ഗാങ്സ് കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ RP കളിക്കുന്നതിൽ 30 അല്ല 50-ലും കൂടുതൽ ഗാങ്സ് ഉണ്ട്. മനസ്സിലായി? 50-ലും കൂടുതൽ ഗാങ്സ് ഉണ്ട്. എല്ലാരെയും കൂടെ എങ്ങനെ ചെയ്യും? ഞാൻ നിങ്ങളുടെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പുള്ളി ഏകദേശം ഒരു 10-22 ലക്ഷം രൂപ മുടക്കി ഇപ്പൊ ഈ സെർവർ. നമുക്ക് വെളിയിലിരുന്ന് കുറ്റം പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഒരു സെർവർ സൈഡിലെ പണികൾ എന്തൊക്കെയാണെന്ന് ഇത് നമ്മൾ ഇതിനു മുമ്പ് കളിച്ച സെർവറുകളിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഓടിയത്. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഒരാള് സെർവർ അഡ്മിൻ ആയപ്പോഴാണ് എനിക്ക് ഇതിന്റെ എഫേർട്ടും കാര്യങ്ങളും മനസ്സിലായത്. പുള്ളി ഇവിടെ വീട്ടിൽ വരുന്ന സമയത്ത് മറ്റേ ജോലിയൊക്കെ ചെയ്യുന്നത് പോലെയാണ്. ഫുൾ ടൈം കോൾ വരും. ഇത് സ്ക്രിപ്റ്റ് മാറ്റിയിടണം, അത് മാറ്റിയിടണം, റീസ്റ്റാർട്ട് ചെയ്യട്ടെ, അത് ഇത് എല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്. മനസ്സിലായ? അങ്ങനത്തെ ഒരു രീതിയിൽ എനിക്ക് പുള്ളി വന്നതിന് ശേഷമാണ്, പുള്ളിയുടെ കൂടെ കമ്പനി അടിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഇതിനകത്തുള്ള ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയത്. എനിക്കിപ്പോൾ ഒരു രീതിയിലും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് ബ്രാവോടുള്ള കമ്മിറ്റ്മെന്റ് ഇപ്പം വേറെയാണ്. അൺടിൽ ബ്രാവോ നമ്മുടെ അടുത്ത് ഒരു ബാക്കപ്പ് സെർവർ കളിക്കാൻ അവൻ പറയാത്തിടത്തോളം കാലം ഞാൻ പോയി കളിക്കത്തില്ല TVയും കൊണ്ട്. അതേ പറയാം. അവൻ ഇത് ഇപ്പൊ കറന്റ് ഒരു ബാക്കപ്പ് സെർവറിലോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. സത്യമായിട്ട് ഞാൻ പറയാം. കാരണം അവര് ഡൗൺ ആയിട്ടിരുന്ന സമയത്താണ് നമ്മൾ ഇവിടെ വന്നത്. അപ്പൊ ഇവിടെ വീണ്ടും ഒരു ഡൗൺ ടൈം വരുമ്പോൾ ഇട്ടിട്ട് പോകണത് എനിക്ക് മോശമായിട്ട് തോന്നിയ കാര്യമാണ്. സെർവർ വരുമ്പോൾ സെർവർ ഇതാകുമ്പോൾ കളിക്കാം. അതുകൊണ്ട് എനിക്ക് വേറെ ഒരു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, നിങ്ങൾ കുറെ പേര് ഞാൻ ഇന്നലത്തെ ആരോ ലൈവിൽ പറഞ്ഞായിരുന്നു, ബ്രാവോടെ ലൈവിലാന്ന് തോന്നുന്നു, MRC പ്രാക്ടീസ് സെർവർ മേടിച്ച് മറ്റേ അവിടെ പിങ് ഇല്ല. ബ്രോ എല്ലാവർക്കും പ്രാക്ടീസ് സെർവർ ഉണ്ട്. TVക്ക് കഴിഞ്ഞ 5-5.5 വർഷമായിട്ട് നമുക്കൊരു 2-3 പ്രാക്ടീസ് സെർവേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ഗ്യാങ് തുടങ്ങി റിബലൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയം തൊട്ടേ നമുക്കൊരു 2-3 ഡിഫറെന്റ് ഹോസ്റ്റിൽ 3 ടെസ്റ്റ് സെർവേഴ്സ് ഉണ്ട് നമുക്ക് ഇപ്പോഴും. അപ്പൊ ഇത് ഏതെങ്കിലും ഹോസ്റ്റ് ഡൗൺ ആയാൽ പോലും നമുക്ക് കയറി കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 എണ്ണം ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഗൈസ് നമുക്ക് മാത്രമേ ഉള്ളൂ ആക്സസ്. അതായത് ഇപ്പൊ ഞാൻ TVA സിറ്റി എന്ന് പറഞ്ഞിട്ടോ TVA എന്ന് പറഞ്ഞിട്ടോ ഒരു സെർവർ തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമുള്ള IP, നമുക്ക് ആർക്ക് വേണേലും അടിച്ചതിനകത്ത് കയറാം. അപ്പൊ അതിലാകെ കൂടിപ്പോയ ആ സമയത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളും ബെല്ലാരി അന്തേരിലെ പിള്ളേരും ഈ മൂന്ന് ഗാങ്സിന് മാത്രം നമ്മൾ ഇത് കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാർ കളിക്കും സെർവറിനകത്ത് കയറിയിട്ട്. അപ്പൊ നമ്മുടെയൊക്കെ PL 3-2 ഒക്കെ അത് കത്തിപ്പോത്തേയില്ല. മനസ്സിലായ? അത് വെച്ച് നിങ്ങൾ പബ്ലിക് സെർവർ കമ്പയർ ചെയ്യരുത്. അല്ല, ഞാനിത് കളിയാക്കാനോ MRC കളിയാക്കാനോ ഒന്നും പറഞ്ഞല്ല. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പോയിന്റ് മനസ്സിലാക്കണം. അത് വെച്ചിട്ട് PL ഇല്ല, അവിടെ PL ഇല്ല, ഇവിടെ PL ഉണ്ട്, അങ്ങനൊന്നും പറയാൻ പാടില്ല. അതവരുടെ പ്രാക്ടീസ് സെർവർ, അവർക്ക് മാത്രം ആക്സസ് ഉള്ള സെർവർ. പബ്ലിക് സെർവേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ഉറപ്പ് പറയാം ഗൈസ്, ഈ സെർവറിന്റെ IP ലീക്ക് ആവുന്നത് ഇവിടെ കളിക്കുന്ന ഒരു ഗുണം തന്നെയാണ് ലീക്ക് ചെയ്യണത്. ഈ ലീക്ക് ചെയ്യണതും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ടർഫ് സെർവറിന്റെ വരെ IP വെളിയിൽ എക്സ്പോസ് ആവാത്ത സമയത്ത് പോലും അവിടെ അടി വന്നിട്ടുള്ളത് ഇവിടെ കളിക്കുന്നവൻ തന്നെയാണ് കൊണ്ടുകൊടുക്കുന്നത്. ഇവിടെ കളിക്കുന്നവന്മാർക്ക് ഞാൻ പറഞ്ഞില്ലേ കുറെ ഗൈസ്, ഈ RP കളിക്കുന്ന ആൾക്കാരാണ് എപ്പോഴും RP സെർവേഴ്സ് റൺ ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ബ്രാവോ തന്നെ നോക്കിയോ, ഒരു RP പ്ലെയർ ആയിട്ട് വന്നു, പുള്ളിയുടെ പിന്നീട് ഒരു സെർവർ ഓണറായി. അപ്പൊ ഈ RP കളിക്കുന്നവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധമുണ്ട്. ഈ കോമ്പറ്റീഷൻ വരുന്ന സെർവേഴ്സിനും ബാക്കിയുള്ളവർക്കും പിന്നെ ഫ്രസ്ട്രേഷൻ, നമുക്ക് എവിടെയെങ്കിലും മറ്റേ നമ്മളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് കുറെ നാളായിട്ട് കാണുന്നതാ. പക്ഷെ ഈ ഇടയായിട്ട് സെർവറിൽ വരുന്ന DDoS താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്താ. നേരത്തെയൊക്കെ പിന്നെയും അടിച്ചു പോയി റീസ്റ്റാർട്ട് ആയാലും കുറച്ചു നേരമൊക്കെ നമുക്ക് ഇരിക്കായിരുന്നു. ഇപ്പം നടക്കത്തില്ല.
ഇപ്പൊ ഭയങ്കര രീതിയിലൊക്കെ ഈ DDoS എന്ന് പറയണതും അത്രയ്ക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അല്ല. അതിനും അത് മെനക്കെട്ടിരുന്ന് ചെയ്യുവോ? ഇത്രയും ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും നമ്മള് ഈ DDoS ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? എത്ര കേസ് TV ഓഡിയൻസിന് എല്ലാവർക്കും അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാവും. ഒരു 2-3 വർഷമായിട്ട് നമ്മള് 3-4 വർഷമായിട്ട് ആദ്യത്തെ ഒരു 2-3 വർഷവും നമുക്ക് ഈ പ്രശ്നം ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു 3 വർഷമായിട്ട് ബാക്ക് ടു ബാക്ക് നമ്മൾ ഏത് സെർവറിൽ കളിച്ചാലും അവിടെ DDoS ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുക. സിയോണൊക്കെ നല്ല സ്റ്റേബിൾ ആയിട്ട് പൊക്കോണ്ടിരുന്ന സെർവേഴ്സാ. അവിടെ അടി തുടങ്ങി, അവിടെ ഇതാക്കി എല്ലായിടത്തും. അത് കഴിഞ്ഞ് നമ്മൾ ഏതൊക്കെ സെർവറിൽ കളിച്ചിട്ടുണ്ടോ ആ സെർവറിലൊക്കെ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി വലുതായിട്ട് ഡൗൺ ആവാതിരുന്നത് സിയോൺ മാത്രമായിരുന്നു ആ സമയത്ത്. സിയോൺ വലുതായിട്ട് ഡൗൺ ആയിട്ടില്ല. ബാക്കി എല്ലാ സെർവറും അടിച്ച് താത്തി ഇട്ടിട്ടുണ്ട്, മനസ്സിലായോ? എന്ന് വെച്ചാൽ അത്രയും രീതിയിലാക്കിയിട്ടുണ്ട്. എന്ത് പറയാനാ, നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. ന്യൂ സെർവർ വാങ്ങുന്നോ ബ്രോ? ഏത് സെർവർ വാങ്ങിയാലും ഞാൻ നിങ്ങളോട് ഇത്രേ പറയുന്നുള്ളൂ. കേരളത്തില് നമ്മുടെ എക്സ്ലാൻഡിസിന്റെ അതേ പ്ലെയർ ബേസ് ഉള്ള വേണ്ട, ഇന്ത്യയിലെടുത്തോ. ഇന്ത്യയില് എക്സ്ലാൻഡിസിന്റെ അതേ പ്ലെയർ ബേസ് ഉള്ള വേറൊരു സെർവറിൽ DDoS ഇല്ലാതെ പോകുന്ന ഒരു സെർവർ നിങ്ങൾ കാണിച്ചു തന്നാൽ നമുക്ക് അവിടെ പോയി കളിക്കാം. ഈ പറയുന്ന പോലെ 500-600 സ്ലോട്ട് ഉള്ള ഒരു സെർവർ, പബ്ലിക് സെർവർ, ഇത്രയും RP പ്ലേയേഴ്സും PvPയും എല്ലാം ഉള്ള ഒരു സെർവർ നിങ്ങൾ കാണിച്ചു തരുവാണെങ്കിൽ, അതും പെയ്ഡ് അല്ലാത്ത ഫ്രീ. ഞാൻ പറയണ സോൾ സിറ്റി ഒക്കെ ഇപ്പൊ പെയ്ഡ് ആക്കിയല്ലോ എല്ലാരും, ഫ്രീ ടു ആക്സസ് എന്നാ പറയണേ. സോൾ സിറ്റി പെയ്ഡ് ആണോ ഇപ്പൊ? ആന്ന് തോന്നുന്നു. അതിനകത്ത് എന്തൊക്കെയോ സാധനങ്ങൾ പെയ്ഡ് ആക്കി നോക്കി. ന്യൂ ഹോസ്റ്റ് എടുത്തു. അവര് ഹോസ്റ്റ് എടുത്തെന്ന് തോന്നുന്നു. ഇപ്പൊ പുതിയ അത് മാറ്റിക്കൊണ്ടിരിക്കുന്നോണ്ടാണ് ഇത് വരുന്നത്. കൈലാസത്തിൽ ഭയങ്കര അങ്ങനെ ഒരു സെർവർ ശരിക്കും ഉണ്ടോ? കണ്ണാപ്പി നിന്റെ പേരും പറഞ്ഞ് കയറിയത്. കൈലാസ സെർവർ ഉണ്ടോ ശരിക്കും? കൈലാസത്തിലൊന്നും 600 ഗൈസ്, നിങ്ങൾ ഈ പറയണ നിങ്ങൾ ആലോചിക്കുന്നത് എക്സ്ലാൻഡിസിൽ 600 പ്ലേയേഴ്സേ ഉള്ളെന്നാണോ? തെറ്റിദ്ധാരണയാ. 600-500 പ്ലേയേഴ്സ് അറ്റ് എ ടൈം ഓൺലൈനാ. ഒരു ദിവസം ഇവിടെ 3000-4000 പ്ലേയേഴ്സ് എന്തോ കീറുന്നുണ്ട്. അവര് പല ടൈമിലായിട്ട് ലോഗിൻ ചെയ്യുന്നതിന്റെ ഓൺലൈനാണ് നമ്മൾ കാണുന്നത്. ഒരാൾ കത്തിപ്പോകുമ്പോൾ അടുത്ത ആൾ വരും. എങ്ങനെ പോയാലും എനിക്ക് ഉറപ്പാണ് ഒരു 3000-4000 RP പ്ലേയേഴ്സ് കളിക്കുന്ന സെർവറായത്. അതില് ഓൺലൈനാ ഞാൻ ഈ പറയുന്ന 500-550 അല്ലെങ്കിൽ 500 ഓൺലൈനാ ഞാൻ പറയുന്നത്. വേറെന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം. നമ്മുടെ ടർഫ് നമ്മള് കഴിഞ്ഞായിരുന്നു. ടർഫ് നമ്മൾ തോറ്റതിന്റെ കാര്യത്തിൽ ഒന്നും എക്സ്ക്യൂസ് പറയുന്നില്ല. അവർ നന്നായിട്ട് കളിച്ചു, നമ്മൾ ഇതാക്കി. ഈ ടർഫ് തോറ്റു കഴിഞ്ഞപ്പം അതിനകത്ത് ഒരു അണ്ണം മാസ് അടിച്ചപ്പോ തന്നെ പുള്ളിക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയെന്ന്. അപ്പൊ പിന്നെ ഒരു മെസ്സേജ് കൂടെ ഇട്ട്, ടർഫ് പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൂടെ ഇട്ട്. അപ്പൊ ഞാൻ അന്നേരം FRP വലിക്കണ്ട എന്നുള്ള രീതിയിൽ ഇരിക്കുവായിരുന്നു. ഇവന്റെ വെളിയിലത്തെ മെസ്സേജ് കണ്ടപ്പോഴാണ്, അല്ലാതെ അമ്പിയും കുമ്പിയും ഒന്നും ആയതല്ല, ഇവന്റെ വെളിയിലത്തെ മെസ്സേജ് കണ്ടപ്പോഴാണ് ഞാൻ ട്രിഗർ ആയിട്ട് എന്നാ പിന്നെ വലിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് വലിച്ചത്. അപ്പോ ഈ കരയുന്ന പുതിയ ആൾക്കാർക്കും അല്ലെങ്കിൽ ഇപ്പം വന്ന ഓഡിയൻസിന് നമ്മുടെ പഴയ കാര്യം അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുവാണ്. നമ്മൾ ഓൾറെഡി ഇവന്മാരുടെ ടർഫ് അടിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒരു വാക്കിംഗ് സ്റ്റൈല് മാറിക്കിടന്നു എന്ന് പറഞ്ഞ് VC പോയിരുന്ന് കരഞ്ഞ് തൂറി മെഴുകി മേടിച്ചുകൊണ്ട് പോയതാ ഞങ്ങളുടെ എന്നിട്ട് ഞങ്ങളുടെ അടുത്ത ദിവസം വന്ന് എക്സ്ലാൻഡിസി എന്ന് പറഞ്ഞ് റീടർഫ് കളിക്കണമെന്ന്. ഞങ്ങൾ ഒന്ന് തർക്കിക്കാൻ പോലും ഞങ്ങൾ പോയില്ല. കാരണം എന്താന്ന് വെച്ചാൽ വാക്കിംഗ് സ്റ്റൈൽ മാറ്റാൻ പാടില്ല. വാക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയില്ല, അതിനകത്ത് ഏത് വാക്കിംഗ് ഫ്ലീ അല്ലട ഇട്ടെ, ഫ്ലീ ആയിരുന്നു നമ്മൾ വാക്കിംഗ് സ്റ്റൈൽ ഇട്ടത്. ഏതോ ഒരു വാക്കിംഗ് സ്റ്റൈൽ ഫ്ലീ എന്തോ ആണ് നമ്മൾ ഫ്ലീ 3 ആണ് നമ്മൾ വാക്കിംഗ് സ്റ്റൈൽ ഇട്ടത്. ആ വാക്കിംഗ് സ്റ്റൈലിന്റെ പേരിൽ ഗണ്ണ് 1v1 തോറ്റ് ടർഫ് നമ്മൾ എടുത്തിട്ട് പോലും കരഞ്ഞു അവിടെ വന്നിരുന്ന് മുതുകരത്തിലായിരുന്നു. ഒത്തിരി ഇവന്മാര് പറ്റി സ്കൂൾ വിട്ടു പോലെ ഒരു 10-20 പിള്ളേർ ടീച്ചർ എത്ര നേരം കേൾക്കുമ്പോ പുള്ളി അപ്പൊ തന്നെ നമ്മൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കാര്യം മനസ്സിലായി, എനിക്ക് തർക്കിക്കണ്ട, നമുക്ക് വിടാം എന്നുള്ള രീതിയിൽ ഓൾറെഡി പറഞ്ഞ് ഞങ്ങൾ റീടർഫ് കളിക്കാൻ അടുത്ത ദിവസം നമ്മൾ വന്നു. ഓക്കെ, നമുക്കത് വീണ്ടും അടിച്ചെടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ എടുത്തത് പിന്നെ ഈ റീസെന്റ് നമ്മൾ ടർഫ് എടുത്തു കഴിഞ്ഞിട്ട് ഇവന്മാര് എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവര് പറഞ്ഞ് ടർഫിൽ FRP വന്ന തിരിച്ച് ഒന്നെങ്കിൽ ടർഫ് TVക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഏത് ടീമാണോ ഡിഫെൻഡ് ചെയ്തിരുന്നത് അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ റീടർഫ് വെക്കും. ഞാൻ പറഞ്ഞു റീടർഫിന് ഞങ്ങൾ റെഡിയാ റീടർഫിന് നമ്മൾ ഒന്നുകൂടെ കളിച്ച് അടിച്ചെടുക്കാൻ നമ്മൾ റെഡിയാന്ന് പറഞ്ഞ്
അപ്പോഴത്തേക്കിന് ഇവര് വന്നിട്ട് നമുക്ക് കളിക്കാൻ താല്പര്യമില്ല, ഇത് നമ്മൾ ദാനമായിട്ട് കൊടുക്കുക. ദാനമല്ല ശിഖണ്ഡി പി നിന്റെ ദാനമല്ല. തന്തയിലായ്മ കാണിച്ചാൽ സെർവറിൽ ഇതുണ്ട്, മനസ്സിലായ? ഈ സെർവറിനകത്ത് റൂളാണത്. ആ റൂള് കീപ്പ് ചെയ്ത് കളിക്കാൻ പഠിക്കണം. അതിനകത്ത് അന്നേരം അവിടെ ഇവനെ ഞാൻ കഴിഞ്ഞ ടർഫ് തോപ്പിച്ചപ്പം ലൈവിൽ ഞാൻ മാസ് അടിച്ചതിന് ഇവന് റിപ്ലൈ പറയാൻ, ഇവൻ മറ്റേ ലൈവ് ഒന്നും ഇടത്തില്ലല്ലോ, അതുകൊണ്ട് ഇവന് റിപ്ലൈ പറയാൻ എന്തെങ്കിലും വേണ്ടേ, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണണ്ടേ, നിങ്ങളെയൊക്കെ കാണിക്കണ്ടേ, ഇവന്റെ മാസ് ഡയലോഗ് നിങ്ങളെയൊക്കെ കാണിക്കണ്ടേ. അതിനുവേണ്ടി അളി എന്ത് ചെയ്യുന്ന വെച്ചാൽ വാർ ചാറ്റിലിട്ടാൽ ഞാൻ എന്തായാലും കാണുമെന്ന് മനസ്സിലായി. അപ്പോൾ വാർ ചാറ്റിലിട്ട് ഞാൻ കളി തോറ്റേന് ഒരു എക്സ്ക്യൂസും പറയാനില്ല ഗൈസ്, നമ്മുടെ മിസ്റ്റേക്കില്ല കളി തോറ്റേ. ഞാൻ അതിൽ വേറെ ഒരു ഇതും പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ പ്ലേയേഴ്സിന് വന്ന ഒരു മിസ്റ്റേക്കിൽ ഒരു കോൾ രണ്ടുപേരുടെ കൺഫ്യൂഷനായി രണ്ടിടത്ത് പോയതാണ്. അതിൽ ഞാൻ ഒരു ഇതും പറയുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് നടന്ന കാര്യത്തിനെ പറ്റിയാണ് പറയണേ. നമ്മൾ റെഡി ആയിരുന്നു റീടർഫ് കളിക്കാൻ, അവർക്ക് റീടർഫ് കളിക്കാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് അവർ ടർഫ് ഇതാക്കി. അപ്പം സെർവർ സൈഡ് നോക്കുമ്പോൾ ഡിഫെൻഡ് ചെയ്തിട്ട് ടി വി, അപ്പൊ ടി വിക്ക് തന്നെ ടർഫ് തരണം. ആൻഡ് അതിനേക്കാൾ വലിയ കോമഡി എന്താന്ന് പറയട്ടെ, അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് ഇവർ റാഞ്ചോ അടിക്കാന്നാണ്. അപ്പോ നൈസായിട്ട് റാഞ്ചോ വന്നങ്ങ് ന്യൂട്രലൈസ് ചെയ്ത് റാഞ്ചോ അങ്ങ് എഴുതി കൊടുത്ത് ദാനം കൊടുത്ത് റാഞ്ചോ ദാനം കൊടുത്ത് നമ്മൾ വേറെ സിറ്റിയിലത്തെ ചെറിയ ഗാങ്സിനെ തല്ലി മറ്റേ ഇതെടുക്കണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ടർഫ് വേണമെന്നുള്ളത് നമ്മൾ റാഞ്ചോ പ്ലാൻ ചെയ്ത് റാഞ്ചോ അടിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ റാഞ്ചോ ചെയ്തെടുത്ത് റാഞ്ചോ അങ്ങ് ഇത് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്ത് അവർക്ക് വേണ്ടെന്ന്, അവർക്ക് 2 ടർഫും വേണ്ട, അവർക്ക് ആ ടർഫ് വേണ്ടെന്ന് പറഞ്ഞിട്ട് റാഞ്ചോ അങ്ങ് എഴുതി കൊടുത്ത്. ഭയങ്കര ബുദ്ധിയോ സ്പീക്കാ, ഭയങ്കര ബുദ്ധിയാ. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഇത് ഇവന്റെ സൂക്കേട് വേറെയാണ്. ഇവന്റെ സൂക്കേട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഗ്യാങ്ങിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുവാണേ, അതൊരു ഗ്യാങ്ങിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ അടുപ്പിച്ച് ഒരു 10 പേരെ ഇങ്ങനെ നിരത്തി നിർത്തിയേക്കുക. നീ വാക്കണം ഫസ്റ്റ്. വാസുവിന്റെ ലൈവ് കാണുമോ? ഞാൻ വാസുവിന്റെ ലൈവ് ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. നീ ഔട്ട് പോടാ, നീ ഔട്ട് പോടാ. മറ്റേ അടുത്തോളാ. നീ ലൈവ് കാണും വാസുവിന്റെ? കൊട്ടവാസുവിന്റെ ലൈവ് കാണും. സെലക്ടഡ് വാ. ഓക്കെ, ഇവനെ ഗൺ പവർ ടെസ്റ്റ് ചെയ്യണ്ട. അവനെടുത്തു. ഇനിയിപ്പോ മൂന്നാമത് ആരെങ്കിലും ന്യൂട്രൽ ആയിട്ട്, ബ്രോ ഞാൻ ലൈവ് ഒക്കെ കാണാറുണ്ട്, ഞാൻ അങ്ങനെ വലിയ ഫാനൊന്നും അല്ല, എനിക്ക് പിള്ളേർ ഞാൻ ലൈവ് കണ്ടിട്ടുണ്ട്, അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നും അല്ല, ഇടയ്ക്ക് കാണും, ഇതാക്കും, ന്യൂട്രലാ. ഇതുവരെയുള്ള ഓക്കെ. ഇനി അങ്ങോട്ട് ആ ലൈവ് ഒന്നും കാണണ്ട, ഇങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട. കയറി അവനെ ഗൺ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ. എടാ നീ ആദ്യം പോയിട്ട് ഈ പറയണത് പോലെ നിന്റെ ഇൻസെക്യൂരിറ്റി മാറ്റണം. അതായത് ആ പിള്ളേരുടെ മറ്റേ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ചെക്ക് ചെയ്തിട്ട് നീ എന്തിനാടാ അവർക്ക് മെസ്സേജ് അയക്കുന്നത്, അവന് മെസ്സേജ് അയക്കുന്നത്. ഇതൊരു സ്ഥിരം പരിപാടിയായിരുന്നു ഇടയ്ക്ക് ജോക്കി. ഇത് ഇടയ്ക്ക് സ്ഥിരം പരിപാടി ജോക്കി. നമ്മുടെ സൈഡിൽ നിന്ന് ഇപ്പൊ നമ്മുടെ ടിവിയുടെ എന്തെങ്കിലും ഒരു സാധനം ലീക്ക് ആയി അവനെ വിളിച്ചു വരുത്തിയിട്ട് അവന്റെ പേഴ്സണൽ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാമും ഒക്കെ ചെക്ക് ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഞങ്ങളത് ചെയ്യാറില്ല. നമ്മുടെ ടിവിക്കകത്ത് ഇതിനു മുമ്പ് നമുക്ക് 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഈ പറയണതുപോലെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പോലും നമ്മളാരും അതൊന്നും ചെയ്തിട്ടില്ല. നീ ആദ്യം പോയി നിന്റെ മെമ്പേഴ്സിന് ഒരു ട്രസ്റ്റ് ഉണ്ടാക്ക്, എന്നിട്ട് മതി PP ഔത്തും മറ്റേ കൊട്ടയാട്ടവും ഒക്കെ അതിനുശേഷം മതി, മനസ്സിലായ? തല്ലുകൊള്ളി നീ അല്ലല്ലാതെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മള് അത്രയും ഡൗൺ ആയിട്ടിരുന്ന സമയത്ത് പോലും നമ്മുടെ അടുത്ത് വന്ന് മെസ്സിറക്കി മറ്റേ ഇതാക്കിയ സിറ്റിയിൽ ഹെൽഫെയർ വരെ നമ്മുടെ അടുത്ത് ഒരു സമയത്ത് ഇല്ല സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിരുന്ന സമയത്ത് മറ്റേ വന്ന് ഷോ കാണിച്ചിട്ട് പോയ വാണപ്പനാണ് ഇവൻ, മനസ്സിലായ? അത്രയും ഫ്രസ്ട്രേഷൻ അവന്റെ ഉള്ളിലുണ്ട്. എന്നിട്ടും വെച്ച് കൊടുത്ത് 21 പേരെ വെച്ച് 29 പേരെ അടിച്ച് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, അല്ലാതെ അടി കൊണ്ടിട്ടല്ല സംസാരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവന്മാരുടെ 2 പേരെ കഴിഞ്ഞ ദിവസം സിറ്റിയിലിട്ട് തല്ലിയിട്ട് വഴി വെട്ടി ഓടി. സിറ്റുവേഷൻ എടുത്തിട്ടില്ല, പിന്നീട് ഇതുവരെ സിറ്റുവേഷൻ എടുത്തിട്ടില്ല ടി വി ആയിട്ട്. നമ്മൾ വൺസ് നമ്മൾ റീബിൽഡ് കഴിഞ്ഞ് നമ്മൾ ഇത്ര ആയതിനു ശേഷം ഇതുവരെ അവന്മാരെ സിറ്റി കണ്ടിട്ടില്ല. സിറ്റിയിൽ അവരാധിച്ചാൽ പോലും ഡ്രോപ്പ് ചെയ്ത് ഓടിക്കളയും, മനസ്സിലായ? ഇതിപ്പോ 2 സിറ്റുവേഷൻ ആണ് ഇപ്പൊ T47 ഡ്രോപ്പ് ചെയ്ത് ഓടിക്കളഞ്ഞത്. എന്നിട്ടാണ് ഇവന്റെ മെസ്സേജ് കേൾക്കണം നമ്മളിരുന്ന്. ആ മെസ്സേജൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. ദാനമൊക്കെ നിന്റെ ആർക്കേലും കൊണ്ട് കൊടുത്താൽ മതി. നിന്റെ ദാനം പേടിച്ചു തൂറി സറണ്ടർ ചെയ്ത് കയ്യിലുള്ള ടർഫും വിട്ടിട്ട് പോയ ഏക ഗ്യാങ് നീയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ, തീട്ടങ്ങളെ, അവന്റെ കുഴലൂത്ത്. അപ്പൊ അതാണ് ടർഫ് നമുക്ക് തിരിച്ചു തന്ന് അഡ്മിൻ സൈഡിൽ നിന്ന്. ആൻഡ് അവരുടെ ഉണ്ടായിരുന്ന വേറൊരു ടർഫ് കൂടെ ന്യൂട്രലൈസ് ചെയ്തിട്ട് ഓടിക്കളഞ്ഞു. അപ്പൊ ഇതാണ് ടർഫ് അപ്ഡേറ്റ്. ചില്ലണ? ഇല്ല, ഞാൻ ചില്ല. ഇവൻ എന്നോട് ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട രീതിയിൽ ഞാനിപ്പോ തിരിച്ചു പറയണമായിരുന്നെങ്കിൽ കുറച്ച് ഭയങ്കര വൾഗറായി പോയേനെ.
ഞാൻ ഇതിലെ മെച്ചൂരാനിന്റെ തൈലം ഇപ്പൊ റെഗുലർ ആയിട്ട് തിന്നുന്നോണ്ടാണ് ഞാൻ അത് അത്രയും കൺട്രോൾ ചെയ്ത് സംസാരിക്കണേ, മനസ്സിലായ? അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര കൂളായിട്ട് സംസാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ വിളിക്കൂലേ അവനെ, വിളിക്കൂലേ? കൊച്ചുണ്ടാണ് അവൻ, വെറും കൊച്ചിറക്കനാ. ഒന്നും പറയാനില്ല. അപ്പൊ ഇത് എവിടെ കിട്ടും തൈലം? തൈലം എല്ലാ ആയുർവേദശാലയിലും കിട്ടും. എന്ത് തൈലോടെ മെച്ചൂർ അണ്ടി തൈലം? മെച്ചൂരാനിന്റെ തൈലം. അതായത് നമുക്ക് മെച്യൂരിറ്റി വെക്കാനും നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടുള്ളതാണ്. സൂപ്പർ. ശങ്കരാനന്ദ സ്വാമിയാണ് അത് ഉണ്ടാക്കിയത് വർഷങ്ങൾക്ക് മുമ്പേ. വയ്യടാ, ശങ്കരാനന്ദ സ്വാമിയ കീഴിലെ സാധനം നോക്കി, കീഴിലോ അല്ലേ? അപ്പോ ചൊട്ട ആർപ്പിയാ ബ്രോ, ഏത് ആർപ്പി? ഞാൻ വേറെ സെർവറിലൊന്നും കേറില്ല ബ്രോ. ഇപ്പം ഞാൻ വേറെ സെർവറിലൊന്നും കേറില്ല. ജോക്കി, ഞാൻ ഒരു കാര്യം പറയാം ജോക്കി, അടുത്ത ദിവസം വരണേ. ചന്ദ്രന് പണിഷ്മെന്റ് ആയിട്ടേ 2 ദിവസം PDRP കളിക്കണം. ഈ പീഡിയിൽ ആൾക്കാരെ പോയി ചൊറിയുമ്പോ അവർക്കുണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ ഇല്ലേ, അത് വരുത്തണം ഇവനെ പോയി ചൊറിഞ്ഞ് ചരഞ്ഞ് എല്ലാ റോബറി ട്രിഗർ ആക്കി ഇവനെ എല്ലായിടത്തും ഓടിച്ചിട്ട് അടിക്കണം ജോക്കി. അടിച്ച് ഡൗൺ ആക്കണം, അടിച്ചങ്ങ് ഡൗൺ ആക്കണം. നമ്മൾ അടിക്കുമ്പോ തിരിച്ച് അടിക്കാനോ പറ്റത്തില്ല. അവൻ അടിക്കും അതൊക്കെ. പിന്നെ അവൻ സിമ്പിൾ ആയിട്ട് അടിക്കും ജോക്കി. അവൻ അടിക്കാതിരിക്കാനോ? അവൻ എന്തായാലും അടിക്കും. പിള്ളേരെ കൊണ്ട് പോവാം, ഒരു 10 പിള്ളേരെ കൊണ്ട് പോകണല്ലോ, ഒറ്റയ്ക്കൊന്നും നടക്കില്ല. അവൻ 1v1 ഒക്കെ അടിച്ചിട്ട് കളയും.